പോർച്ചുഗീസിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? 1510 തുടക്കത്തിൽ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു. പോർച്ചുഗലിലെ രാജാവായ ഇമ്മാനുവലിൻ്റെ പ്രചോദനത്താൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്താൻ ശ്രമിക്കുന്നു. പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതിവേഗം വിശാലവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു പട്ടണമായിട്ട് മാറി. അവരുടെ നല്ല കാലങ്ങളിൽ അത് ഗോവയ്ക്കു ശേഷമുള്ള മലബാർ തീരത്തെ ഏറ്റവും മികച്ചതും വലുതുമായ നഗരമായിരുന്നു. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്, എന്നാലും നമുക്കതിൻ്റെ ഒരു കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. ഇത് നമ്മുടെ 2024 ഡിഗ്രി പ്രിലിമിനറിയുടെ സ്റ്റേജ് 3 ക്വസ്റ്റ്യൻ ആണ്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് ആര്? ഡോം മാനുവൽ. ആരാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് ഡോം മാനുവൽ. പോർച്ചുഗീസ് രാജാവ് ഡോം മാനുവൽ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കുക, പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യബന്ധം വികസിപ്പിക്കുക. എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കുക, പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യബന്ധം വികസിപ്പിക്കുക. പോർച്ചുഗീസുകാർക്ക് ഹ്രസ്വകാലത്തേക്കെങ്കിലും കേരളത്തിൽ സാമ്രാജ്യത്വം സ്ഥാപിക്കാൻ സാധിച്ചതിൻ്റെ കാരണം എന്തൊക്കെയാണ്? അതായത് സാമൂതിരി ഒരു ഭാഗത്തും കൊച്ചി രാജാവും കോലത്തിരിയും മറ്റു ചെറുകിട നാടുവാഴികളും മറ്റു ഭാഗത്തുമായി തമ്മിൽ നടന്നു കൊണ്ടിരുന്ന രൂക്ഷമായ മത്സരം. അതുകൊണ്ടാണ് ഒരു ഹ്രസ്വകാലത്തേക്കെങ്കിലും കേരളത്തിൽ പോർച്ചുഗീസുകാർക്ക് ഒരു സാമ്രാജ്യത്വം സ്ഥാപിക്കാൻ സാധിച്ചത്. ഇനി പോർച്ചുഗീസുകാർക്ക് പിന്തുണ നൽകിയ കേരളത്തിലെ രാജാക്കന്മാരാരൊക്കെയാണ്? കൊച്ചി രാജാവ്, കോലത്തിരി, കൊല്ലത്തെയും പുറക്കാട്ടെയും രാജാക്കന്മാർ. കൊച്ചി രാജാവ്, കോലത്തിരി രാജാവ്, കൊല്ലത്തെയും പുറക്കാട്ടെയും രാജാക്കന്മാർ. ആദ്യ പര്യടനത്തിനു ശേഷം വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം, അതായത് ആദ്യമായിട്ട് 1498 മെയ്യിൽ ഇവിടെ വന്നില്ലേ, അത് കഴിഞ്ഞ് തിരിച്ചെപ്പോഴാണ് പോയത്? 1498 നവംബറിൽ കണ്ണൂരിൽ നിന്നുമാണ് ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയത്. ലിസ്ബണിൽ തിരിച്ചെത്തിയത് പിറ്റേ വർഷം 1499. വാസ്കോഡ ഗാമ തിരികെ ലിസ്ബണിലേക്ക് കൊണ്ടുവന്ന ചരക്കുകളുടെ വില മാത്രം ആ പര്യടനത്തിനു ചിലവായതിൻ്റെ 60 മടങ്ങായിരുന്നു. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം പോർച്ചുഗൽ രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച രണ്ടാം പര്യടന സംഘത്തിന് നേതൃത്വം നൽകിയതാരാണ്? പെഡ്രോ അൽവാരിസ് കബ്രാൾ. ആരാണ്? പെഡ്രോ അൽവാരിസ് കബ്രാൾ. രണ്ടാം പര്യടന സംഘത്തിൽ 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്നു. രണ്ടാം പര്യടനത്തിൽ 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്നു. ആപൽക്കാരമായ യാത്രയ്ക്കു ശേഷം രണ്ടാം പര്യടനത്തിൽ എത്തിച്ചേർന്ന കപ്പലുകളുടെ എണ്ണം, അതായത് അവിടുന്ന് 33 കപ്പലുകൾ വന്നെന്ന് പറഞ്ഞില്ലേ, അതിൽ 6 കപ്പലുകൾ മാത്രമേ ഇന്ത്യയിൽ എത്തിച്ചേർന്നുള്ളൂ. ഇനി സാമൂതിരിയെ സന്ദർശിച്ച് കോഴിക്കോട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം നേടിയ കബ്രാളിൻ്റെ പ്രതിനിധിയാണ് ആര്? ഐറിസ് കൊറിയ. അതായത് കോഴിക്കോട് സാമൂതിരിയെ കണ്ടിട്ട് അവിടെ ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം നേടിയതാരാണ്? ഐറിസ് കൊറിയയാണ്. കോഴിക്കോട്ട് നിന്നും കബ്രാളിന് കൊച്ചിയിലേക്ക് പലായനം ചെയ്യാനിടയായ സാഹചര്യം എന്താണ്? കോഴിക്കോട്ട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബിക്കപ്പലുകളെ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു. അതായത് എന്ത് ചെയ്തു പോർച്ചുഗീസുകാർ? അവിടെ കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബികളുടെ കപ്പൽ അത് പിടിച്ചെടുത്തിട്ട് കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും കപ്പൽ കത്തിക്കുകയൊക്കെ ചെയ്തു. ഇനി പോർച്ചുഗീസുകാരുടെ കരുതിക്കൂട്ടിയുള്ള ഈ നീചപ്രവൃത്തി നാട്ടുകാരെ അരിശം കൊള്ളിച്ചു. ജനങ്ങൾ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും കരയ്ക്കുണ്ടായിരുന്ന പോർച്ചുഗീസുകാരിൽ പകുതിയിലധികം പേരെ വധിക്കുകയും ചെയ്തു. പരിഭ്രാന്തനായ കബ്രാൾ കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് കപ്പൽ കയറി.
കബ്രാൾ കൊച്ചിയിൽ എത്തിച്ചേർന്നതെന്നാണ്? 1500 ഡിസംബറിലാണ്. 1500 ഡിസംബറിലാണ് കബ്രാൾ കൊച്ചിയിൽ എത്തിച്ചേർന്നത്. ഇന്ത്യയിലേക്ക് തിരിച്ച മൂന്നാമത്തെ പോർച്ചുഗീസ് പര്യടന സംഘത്തിൻ്റെ തലവനാരാണ്? ജാവോഡ നോവ. രണ്ടാമത്തെ സംഘം ആരാണ്? പെഡ്രോ അൽവാരിസ് കബ്രാൾ. ഇനി മൂന്നാമത്തെ സംഘമാണെങ്കിൽ ജാവോഡ നോവ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണെന്ത്? മാനുവൽ കോട്ട അല്ലെങ്കിൽ ഫോർട്ട് മാനുവൽ. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണേത്? മാനുവൽ കോട്ട അല്ലെങ്കിൽ ഫോർട്ട് മാനുവൽ. മാനുവൽ കോട്ടയ്ക്ക് തറക്കല്ലിട്ട വർഷം എന്നാണ്? 1503 സെപ്റ്റംബർ 27. മാനുവൽ കോട്ടയ്ക്ക് തറക്കല്ലിട്ട വർഷം എന്നാണ്? 1503 സെപ്റ്റംബർ 27. ജാവോഡ നോവയുടെ നേതൃത്വത്തിലുള്ള പര്യടന സംഘം ഇന്ത്യയിൽ എത്തിയ സ്ഥലങ്ങൾ എവിടെയാണ്? അവർ കോഴിക്കോട് പോയില്ല, കൊച്ചിയിലും കണ്ണൂരിലും മാത്രമേ പോയുള്ളൂ. ഡോം മാനുവൽ വാസ്കോഡ ഗാമയെ രണ്ടാമതായി ഇന്ത്യയിലേക്ക് അയച്ചത് എപ്പോഴാണ്? 1502 ഫെബ്രുവരിയിലാണ്. 15 കപ്പലുകളും 800 ആളുകളുമാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. എത്ര? 15 കപ്പലുകളും 800 ആളുകളുമായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത്. പെഡ്രോ അൽവാരിസ് കബ്രാൾ രണ്ടാമത്തെ പര്യടന സംഘം അവർ വന്നപ്പോൾ 33 കപ്പലുകളും 1500ഓളം ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ 6 കപ്പലുകൾ മാത്രമേ അവസാനം ഇന്ത്യയിലെത്തിയുള്ളൂ. വാസ്കോഡ ഗാമയുടെ രണ്ടാം ഇന്ത്യൻ സന്ദർശനത്തിൽ കപ്പൽ ഇറക്കിയ പ്രദേശം എവിടെയാണ്? അഞ്ചുദ്വീപിലാണ് രണ്ടാം ഗാമയുടെ വരവിൽ കപ്പൽ ഇറക്കിയ സ്ഥലം. പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് കൊടുങ്ങല്ലൂർ നഗരം പിടിച്ചെടുത്ത വർഷം എപ്പോഴാണ്? 1504. പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് കൊടുങ്ങല്ലൂർ നഗരം പിടിച്ചെടുത്തത് എപ്പോഴാണ്? 1504. കണ്ണൂർ കോട്ടയ്ക്ക് സെയിൻറ്റ് ആഞ്ചലോ കോട്ട, അതായത് ഫോർട്ട് സെയിൻറ്റ് ആഞ്ചലോ എന്ന പേരിട്ട വ്യക്തി ആരാണ്? ഫ്രാൻസിസ്കോ അൽമേഡ. അതായത് കണ്ണൂർ കോട്ടയ്ക്ക് സെയിൻറ്റ് ആഞ്ചലോ കോട്ട എന്ന പേരിട്ടത് ആരാണ്? ഫ്രാൻസിസ്കോ അൽമേഡയാണ്. കിഴക്കൻ ദേശത്തെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി നിയമിതനായത് അൽമേഡയാണ്. ഫ്രാൻസിസ്കോ അൽമേഡയാണ്. 1505. രണ്ടാം പ്രതിനിധി ആരാ? നമുക്കറിയാം, അൽബുക്കർക്കാണ്. ആദ്യത്തേത് അൽമേഡ, രണ്ടാമത്തേത് അൽബുക്കർക്ക്. ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകിയ പോർച്ചുഗീസ് ഭരണാധികാരി അൽബുക്കർക്കാണ്. തെറ്റിപ്പോകരുത്. ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകിയ പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? അൽബുക്കർക്കാണ്. സതി നിരോധിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് ഇത്? അൽബുക്കർക്ക്. സതി നിരോധിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? അൽബുക്കർക്ക്. ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുകയും എല്ലാ അവകാശങ്ങളും നൽകി അവരെ കോട്ടയ്ക്കകത്ത് താമസിപ്പിക്കുകയും ചെയ്ത പോർച്ചുഗീസ് ഭരണാധികാരിയാണ് ആര്? അൽബുക്കർക്ക്. 1510 അൽബുക്കർക്കിൻ്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കി. 1510 അൽബുക്കർക്കിൻ്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു. ബിജാപ്പൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായെ പരാജയപ്പെടുത്തിയാണ് ഗോവ പിടിച്ചെടുത്തത്. ഇനി 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കേരള തീരത്ത് കച്ചവടത്തിനായി എത്തിയ യൂറോപ്യന്മാരാണ് ആയത്? പോർച്ചുഗീസുകാർ. ഇനി വാസ്കോഡ ഗാമയും സംഘവും കേരളത്തിലെത്തിയത് 1498 മെയ് 20-നാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ? ഗോവ, ദാമൻ, ദിയു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ? ഗോവ, ദാമൻ, ദിയു. പോർച്ചുഗീസുകാർ കേരളത്തിൽ പണികഴിപ്പിച്ച കോട്ടകളാണ് എന്തൊക്കെ? കോട്ടപ്പുറം കോട്ട എവിടെയാണ്? തൃശ്ശൂരാണ്. സെയിൻറ്റ് ആഞ്ചലോ കോട്ട കണ്ണൂരും. വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം എവിടെ? കോഴിക്കോട് കാപ്പാടാണ്. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോക്ക്. ആരാണ്? അൽവാരോ വെൻഹോക്ക്. വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി ആരാ? കോഴിക്കോട് സാമൂതിരിയാണ്. സാമൂതിരിയുടെ എതിർപ്പിനെ തുടർന്ന് വാസ്കോഡ ഗാമ കച്ചവടത്തിനായി എത്തിയ കേരളത്തിലെ സ്ഥലം കണ്ണൂരാണ്. ഗാമയെ തുടർന്ന് വാണിജ്യത്തിനായി കേരളത്തിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരാണ് അൽമേഡയും അൽബുക്കർക്കും.
പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അവതരിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽ മുളക്, കശുവണ്ടി, പുകയില. 1557 ഇന്ത്യയിലെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചതും ആരാണ്? പോർച്ചുഗീസാണ്. ഗോവയിലെ ജസ്യൂട്ട് പാതിരിമാരാണ് സെയിൻറ്റ് ഫ്രാൻസിസ് എഴുതിയ ഡോക്ട്രീന ക്രിസ്റ്റ എന്ന പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. അതായത് 1557 ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കുന്നത്. ഗോവയിലെ ജസ്യൂട്ട് പാതിരിമാരാണ് സെയിൻറ്റ് ഫ്രാൻസിസ് എഴുതിയ ഡോക്ട്രീന ക്രിസ്റ്റ എന്ന പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. ഈ പോർച്ചുഗീസുകാർ എന്തെന്നറിയപ്പെടുന്നത്? പറങ്കികൾ എന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. ഈ ഗോതിക് ശൈലിയുടെ സവിശേഷതകൾ എന്താ? കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളുമാണ്. ഗോതിക് ശൈലിയുള്ള ഇന്ത്യൻ നിർമ്മിതികളാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോം ജീസസ് പള്ളി ഗോവ.